ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കുടിവെള്ള പദ്ധതി ശിലാഫലകം മാത്രമായി അവശേഷിച്ച കഥയായിരുന്നു ഒരു വർഷം മുമ്പ് വരെ കുളത്തൂർ ആദിവാസി കോളനിക്കാർക്കും പറയാനുണ്ടായിരുന്നത്. വേനൽക്കാലമായാൽ ഉൾക്കാട്ടിൽ പോയി വെള്ളം കൊണ്ടുവരണം. വഴിയിലും കാട്ടിലെ നീരുറവയിലുമെല്ലാം വന്യമൃഗങ്ങളെ പേടിച്ചു വേണം പോകാൻ. 1 കിലോമീറ്റർ ദൂരെ നിന്നാണ് നമ്മൾ പൈപ്പിട്ട് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പോലീസിൻ്റെ ഏർപ്പാടിൽ നമുക്ക് കുടിവെള്ളം കിട്ടിയുകൊണ്ട് നമുക്കൊത്തിരി സമാധാനമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇതേപോലെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ വീണ്ടും പുഴയിൽ പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ പോലീസ് ഇടപെട്ട് പോലീസിൻ്റെ വകുപ്പിൽ ഇപ്പം വെള്ളമുള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി സമാധാനമുണ്ട്. മറ്റു പല അന്വേഷണങ്ങൾക്കിടെ കോളനിയിലെത്തിയ പോലീസുകാർ കുടിവെള്ളമാണ് ആദിവാസി കോളനിയിലെ പ്രധാന പ്രശ്നമെന്ന് മനസ്സിലാക്കി. കാട്ടിലുള്ള വെള്ളം എങ്ങനെ ചെറിയ പദ്ധതിയിലൂടെ നാട്ടിലെത്തിക്കാം എന്നായി ആലോചന. വനം വകുപ്പിന്റെ പിന്തുണ ഉറപ്പാക്കി ആദിവാസികളെയും കൂട്ടി കാട്ടിലേക്ക്. പഴയ പദ്ധതിക്കായി കൊണ്ടുവന്ന പൈപ്പുകളിൽ നല്ലതെല്ലാം ഉപയോഗിച്ച് കാട്ടിലൂടെ പൈപ്പിട്ടു. നീരുറവുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പല പദ്ധതി വന്നെങ്കിലും ഇതുവരെ അതൊന്നും നേർവഴിയായില്ല. പല പദ്ധതികളും വന്നു പോകുന്നു. പൈസകളും ഫണ്ടുകളും ചിലവാക്കുന്നതല്ലാണ്ട് ആദിവാസിയെ ഞങ്ങൾക്ക് അതൊന്നും ഫലപ്രദമാകുന്നില്ല. പോലീസ് വകുപ്പിൻ്റെ ഒരു കുടിവെള്ള പദ്ധതി ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. വരൾച്ച കൂടുതലുള്ള സമയത്ത് പുഴ പോകേണ്ടി വന്നില്ല. അങ്ങനെ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് പോലീസ് വകുപ്പിൻ്റെ കുടിവെള്ള പദ്ധതി കൊണ്ട്. പൈപ്പിൽ പ്രശ്നമുണ്ടാകുമ്പോൾ പോലീസുകാർ തന്നെ സഹായവുമായി എത്തുന്നതിനാൽ അറ്റകുറ്റപ്പണിയും പ്രശ്നമില്ലാതെ പോകുന്നു. പോലീസിനാവട്ടെ അന്വേഷണങ്ങളിൽ ഈ ബന്ധം സഹായകവുമാണ്. രണ്ട് കോളനിയിലെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം കുടിവെള്ളമാണെന്ന് ഞങ്ങൾക്ക് അദാലത്തിൽ മനസ്സിലായി. അപ്പോൾ അതിന് ഒരു ചെറിയൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വന്നത്. ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചാൽ വിജയം ഉറപ്പാണെന്നതിന്റെ തെളിവ് കൂടിയാണിത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.